ശ്രീമൂലം. കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോളി എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാ. ജോത്സ്യരെ, നാളെ ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. മോൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്. 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ശുദ്ധണേ. തമ്പുരാട്ടി, തമ്പുരാട്ടി, അറിയുന്നൊരു കരിമ്പാമ്പ്. കരിമ്പാമ്പോ? എവിടെ? അയ്യോ അയ്യോ, നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. പാഴേ പോകുന്ന രാരച്ചൻ പാമ്പാട്ടി കൂടയിൽ പോറ്റുന്ന പാമ്പേവാ, പാമ്പേവാ. അയ്യോ, നല്ല പാമ്പ്. എനിക്കിതിന്റെ തല ശക്തിക്കളഞ്ഞ് ചുട്ടു തിന്നണം. എന്തിനു? ഇവിടെ പാലുണ്ട്, പഴമുണ്ട്, പാൽപ്പായസം കൂട്ടി ഊണുമുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഇവിടെ കിട്ടും. അതിനെറിഞ്ഞേക്കൂ. അയ്യോ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്തിനാണ് ആലോചിക്കുന്നത്? നിങ്ങൾ എന്റെ ഭർത്താവാണ്. കുളിച്ച് ചന്ദനക്കുറിയും ചാർത്തി, വീരാളി പട്ടുടുത്ത്, മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം. അയ്യോ വേണ്ട, എനിക്കങ്ങ് കാരാമെ പിടിക്കാൻ പോണം. പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ്. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെ കൊല്ല. കരയല്ലേ? നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബ്ദം കേട്ടില്ലേ? ഇന്നേക്ക് 101 ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന്. വരും, കുളിക്കും. തൊഴിമാരെ, എന്നെയും താളിയും എടുത്തു വെക്കും. ഉത്തരവ്. പോകൻ. ഇവിടെ നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, ചീകി ഒതുക്കിയാൽ മീനിയൊത്ത മുടിയഴക്, മുല്ലപ്പൂ പോലുള്ള പല്ല്. തൊഴിമാരെ, കുളിച്ച് ഏറെ നാളായി കാണും. ചേർ കട്ട പിടിച്ചിരിപ്പുണ്ട്. എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം. ശരി, വരൂ. എഴുന്നേൽക്കൂ. അമ്പോ, അതാ നോക്കി. ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാരപ്പിള്ളേരെന്നെ കളിയാക്കണമേ. ഉറപ്പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും.
അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തിയെ കാണിക്കാം. മോനെ അബു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങളെ നാട് കിടത്തിയ മൂതൻ. പറയണേനും ചെയ്യണേനും ഒരു അതിരും. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്നു പോയി. എന്തുമാത്രം ചേറായിരുന്നു ദേഹത്തിൽ. അല്ലേ പെണ്ണ്? അതെ അതെ, കുളിപ്പിച്ച് കുളം മൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു ബലമായിരുന്നു. ആ, ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും. അയ്യോ അയ്യോ, ആളിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആഹാ, ഇവിടെയുണ്ടോ? വരി. ആ, ഇവിടെ ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. എനിക്ക് തേവള്ളിക്കാട്ടിൽ മരം വെട്ടാൻ പോണം. കാലത്ത് പഴങ്കഞ്ഞിയും കുട്ടിച്ചോണ്ടിങ്ങി വരാം. എവിടെയും പോണ്ട. അക്ഷരാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസമൊന്നും വേണ്ട. പൈറ്റ് പഠിക്കണ്ടേ? ആ, പയറ്റ് പഠിക്കണം. മലയിലൊരു മഞ്ഞക്കില്ലേ പാട്ട് പാടുന്നു. പാട്ടു കേട്ട് കുരുവി കുട്ടൻ തളമടിച്ചല്ലോ. തന്നല്ലേ തന്നാലേ തന്നല്ല തന്നാലേ. കൊള്ളാം. ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാതെ മുൻപിലേക്ക് ചെല്ലണം. വെല്ലുപിടിക്കണം. ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പോന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ, തൊപ്പോന്ന് താഴെ വീഴും. വേണ്ട പിച്ചി, വേണ്ട. ഇനി എന്നെ ഇങ്ങനെ കുരങ്ങി എളിപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പെന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. മതി. ആ മരം വെട്ടിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്. വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ.